ഇതാ ഈ അൽത്താരയിൽ രാജാധിരാജനായ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം കണ്ണു തുറന്ന് കർത്താവിനെ നോക്കിക്കേ. തമ്പുരാനെ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വൈകരുതേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. രക്ഷി കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അനേകം മക്കളുടെ ഹൃദയത്തിന്റെ വേദന അതല്ലേ. തമ്പുരാനെ, നീ ഇടപെടാൻ വൈകരുതേ. ഒരു ദിവസം വൈകിയാൽ രക്ഷേ ജീവൻ വരെ അപകടത്തിലാകാം. ഒരു ദിവസം വൈകിയാൽ ഒരുപക്ഷെ ഭാവി ജീവിതം തകർന്നു പോകാം. ഒരു ദിവസം വൈകിയാൽ വിദേശയാത്ര എന്നേക്കുമായി അസ്തമിച്ചു പോകാം. തമ്പുരാനെ, നീ വരാൻ വൈകരുതേ എന്നുള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. നീ ഇടപെടാൻ ദൈവമേ നീ വൈകരുതേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ രോഗിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ ബലഹീനനാണ്, എനിക്കൊത്തിരി കുറവുകളുണ്ട്, ഒത്തിരി സങ്കടങ്ങളുണ്ട്, എനിക്കൊത്തിരി വേദനകളും കണ്ണുനീരിൻ്റെ കാരണങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. തമ്പുരാനെ, നീ ഇടപെടാൻ വൈകരുതേ എന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും കർത്താവിനെ നോക്കി ഒന്ന് മന്ത്രിച്ചേ. ആ കർത്താവിനെ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സുന്ദരമായ നിമിഷങ്ങൾ കർത്താവ് നമുക്ക് സമ്മാനിച്ചതൊരു നിമിഷം നന്ദി പറയാം. കൂപകരങ്ങളിലൂടെയോ കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ചോ മക്കളെ ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വേദനകൾ സങ്കടങ്ങളൊക്കെ ഈശ്വരടുത്ത് പറ. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ കണ്ണുനീരും നിന്റെ വേദനകളൊക്കെയാണ് നീ ഈ ദിവസങ്ങളിൽ ഇറക്കി വെച്ചുകൊണ്ടിരുന്നത്. ഒരു ചോദ്യം ഉയരുന്നുണ്ടാകാം, ദൈവമേ എത്ര നാൾ ഞാൻ കാത്തിരിക്കണം? മോനെ, നിനക്ക് വേണ്ടി സ്വർഗത്തിൽ കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്, ഒരു അപ്പനുണ്ട്. പാപത്തിലേക്ക് പോയ ഒരു മകന്റെ തിരിച്ചുവരവനായി കരുണയുടെ കരം നീട്ടിപ്പിടിച്ചുകൊണ്ട് കാത്തിരുന്നൊരപ്പനുണ്ട്. അതേ അപ്പൻ ഇതാ സ്വർഗത്തിൽ നമ്മുടെയും വരവനായി കാത്തിരിക്കുകയാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും, ലോകത്തിന്റെ അടിമത്തത്തിൽ നിന്നും, ലൗകികതയുടെ അടിമത്തത്തിൽ നിന്നൊക്കെ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. തമ്പുരാനെ, ഞങ്ങളുടെ ആത്മാവിനെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന്റെ കറപുരളാതെ ഞങ്ങളുടെ ആത്മാക്കളെ കാത്തു സൂക്ഷിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആത്മാവിൽ സുന്ദരമായ കാര്യങ്ങൾ ദൈവത്തോട് ചേർന്നിരുന്ന് നീ കാത്തിരിക്കുന്ന ഓരോ അനുഭവങ്ങളിലും ദൈവം തരുന്നുണ്ട്. അത് നീ കാണാതെ പോകരുത്. നിന്റെ തടസ്സങ്ങളിലും നിന്റെ സങ്കടങ്ങളിലും നിന്റെ വേദനകളിലും നിന്റെ പ്രയാസങ്ങളിലും നിന്റെ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ മോനെ, എന്തൊക്കെയോ സുന്ദരമായ കാര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. രക്ഷ നിനക്ക് ഗ്രഹിക്കാൻ അല്പം കൂടി സമയം വേണ്ടി വരുമായിരിക്കും. തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏതാനും നാളുകൾ നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകേണ്ടി വരുമായിരിക്കും. പക്ഷേ തമ്പുരാൻ എന്തൊക്കെയോ സുന്ദരമായ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണത്. ആ കർത്താവാണ് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, നിന്റെ വേദനകൾ കാണുന്നൊരു കർത്താവ്. നിന്റെ സങ്കടങ്ങൾക്കും നിന്റെ കണ്ണുനീരിനും ഉത്തരമുണ്ടെന്ന് സങ്കീർത്തകൻ തന്നെ പറഞ്ഞില്ലേ? ഞാൻ ക്ഷമയോടെ കർത്താവിന് വേണ്ടി കാത്തിരുന്നു, അവിടുന്ന് ചെവി ചായ്ച്ചെൻ്റെ പ്രാർത്ഥന കേട്ടു.
എന്നെ പാറമേൽ ഉറപ്പിച്ചു നിർത്തി. എൻ്റെ കാലുകളെ കർത്താവ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നവരെ സുരക്ഷിതമാക്കി എന്ന് പറയുന്നത്. എന്നൊരു ദൈവം നമുക്കുണ്ടല്ലോ. ആ ദൈവമാണല്ലോ ഈ ആൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആ കർത്താവിനെ കണ്ണു തുറന്ന് എല്ലാവരും ഒരിക്കൽ കൂടി കണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ എല്ലാ വേദനകളെയും തമ്പുരാനിലേക്ക് ഉയർത്തി നിങ്ങളുടെ സങ്കടങ്ങളെ ഈശോയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ പ്രാർത്ഥിക്കുക. ആത്മാവ് എങ്ങനെയാണോ നിങ്ങളെ പ്രാർത്ഥനയിൽ നിയന്ത്രിക്കുന്ന നീതിനിമിഷങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. ആദരം തുറന്ന് ഈശോയെ സ്തുതിക്കണോ അങ്ങനെ സ്തുതിക്കുക. ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കണം അങ്ങനെ സ്തുതിക്കുക. നിശബ്ദതയിൽ ദൈവസ്നേഹത്തെ ധ്യാനിക്കണം അങ്ങനെ ധ്യാനിക്കാം. ഏതാനും നിമിഷങ്ങൾ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് ഈശോയെ കണ്ട് കർത്താവിനെ ഹൃദയം കൊണ്ട് ആദരം കൊണ്ടൊക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ഈശോയെ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ആരാധനയ്ക്ക് യോഗ്യനായവനെ ഞങ്ങൾ ആരാധിക്കും. സ്തുതിക്ക് മഹത്വത്തിന് യോഗ്യനായവനെ ഞങ്ങൾ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ കരമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. സങ്കീർത്തനം 130:5 മുതലുള്ള വചനങ്ങൾ. ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഞാൻ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. ഓ ദൈവമേ, ഇതുപോലെ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ, കർത്താവിന്റെ ഒരു ഇടപെടലിന് വേണ്ടി, ഒരു ദൈവീക വെളിപ്പെടുത്തലിന് വേണ്ടി, ഒരു സ്വർഗത്തിന്റെ ഒരു സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഇറങ്ങാൻ വേണ്ടി, ഓ ദൈവമേ, ഇതാ ഞങ്ങൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും കർത്താവേ ഇങ്ങനെ എണ്ണവറ്റാത്ത വിളക്കുമായി ഇതിന്റെ മുമ്പിൽ ഇതാ ഞങ്ങൾ കാത്തിരിക്കുന്നു. നിന്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ആത്മധൈര്യം തരണമേ, വിശ്വാസത്തിന്റെ കരുത്ത് തരണമേ, വിശുദ്ധിയോടെ കാത്തിരിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. തമ്പുരാൻ നമ്മളെ കൈപിടിച്ച് നടത്തിയ സ്നേഹത്തിന് നന്ദി പറയാം. നമ്മുടെ എല്ലാ കുഞ്ഞു മക്കളെയും പ്രത്യേകം ഈ ആരാധന സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുമക്കള്, ഞങ്ങളുടെ യൗവനങ്ങൾ, അവരൊക്കെയാണ് നാളത്തെ സഭ. ഇവരാണ് നാളെ ഇതുപോലുള്ള ശുശ്രൂഷകളെ പിടിച്ചു നിർത്തേണ്ടത്. കർത്താവ്, വരും കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരായി, അപ്പസ്തോലന്മാരായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ ഉയർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വരും നാളുകളിൽ ഞങ്ങളുടെ തലമുറകളിൽ വിശുദ്ധരുണ്ടാകാൻ പ്രാർത്ഥിക്കുക. വിശുദ്ധരായ വൈദികരും സന്യസ്തരൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ, നിന്റെ അല്ലെങ്കിൽ വരും തലമുറകളിൽ കർത്താവ് അത്ഭുതം ചെയ്യും. ഒരു വൈദികൻ ഒരു തലമുറയിൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ പങ്കുകാരനായി ഒരു വൈദികൻ മാറുമ്പോൾ തൻ്റെ തലമുറകൾ വരെ ആ വിശുദ്ധീകരണം സംഭവിക്കുമെന്നാണ് അതിനെ നമ്മൾ ഓർമ്മിപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ വിശുദ്ധരായ വൈദികര്, സന്യസ്തര്, വിശുദ്ധ ജീവിതം നയിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളും
എന്തെല്ലാം നിങ്ങൾക്ക് ഈശോയ്ക്ക് കൊടുക്കാനുണ്ടോ, പറയാനുണ്ടോ, അതെല്ലാം ഈശോയോട് പറയും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട വിഷയങ്ങൾ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, രോഗാവസ്ഥകൾ എല്ലാം കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ